ഹലോ ഗൈസ്, ഡൊണാസ് വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ കുറച്ച് നാളായി നമ്മളെ വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പം അതിനകത്ത് തമിഴ്നാട്ടിലെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മളിന്ന് പറയാൻ പോകുന്നത് ഇനി UK കാരിയർ വിസ എടുക്കുന്ന ആൾക്കാർക്കുള്ള കുറച്ച് ഡീറ്റെയിൽസാണ്. കുറച്ചധികം അപ്ഡേറ്റ്സ് ഇന്നലെ വന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മളിപ്പോൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വേഗം ഡിലേ ഇല്ലാതെ വീഡിയോയിലോട്ട്. ലൂക്കപ്പൻ്റെ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഏത് നിമിഷവും ഒരു ആക്രമണം പ്രതീക്ഷിച്ചിട്ടാണ് ഞാനിരിക്കുന്നത്. അപ്പം എത്രയും പെട്ടെന്ന് നമുക്ക് വീഡിയോ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, കെയർ വിസ അല്ലെങ്കിൽ കെയർ ഹോം ജോബ് എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി ഫസ്റ്റ് തന്നെ എന്താണ് ആ ഒരു ജോബ് അല്ലെങ്കിൽ എന്താണ് ആ ഒരു വിസ കാറ്റഗറി എന്ന് ഇപ്പോൾ ഞാൻ പറയാം. കെയർ ഹോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എൽഡർലി ആയിട്ടുള്ള പീപ്പിൾസിനെ നോക്കുന്ന ഒരു ജോബാണ്. അതായത് ഒരു റെസിഡൻ്റൽ ഹോമിലോ അല്ലെങ്കിൽ നമ്മൾ അത് രണ്ട് തരത്തിലുണ്ട്. ഞാനതിനെക്കുറിച്ചൊരു വീഡിയോ എങ്ങനെയൊക്കെയാണ് കെയർ ഹോം ജോബുകളുടെ ടൈപ്സിനെ കുറിച്ച് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് പോയി കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം. അപ്പോൾ നമുക്ക് എന്താണ് ഏതൊക്കെ ടൈപ്പ് കെയർ ഹോം ജോബുകൾ ഉണ്ടെന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടും. ഇപ്പോൾ അടുത്ത് റീസെൻറ്റ് ഇയേഴ്സായിട്ട് കെയർ ഹോം വർക്ക് ചെയ്യുന്ന കെയർ അസിസ്റ്റൻറ്റ്മാർക്ക് വിസ ഓപ്പൺ ആയിട്ടുണ്ട്. അത് മുന്നേ നമുക്ക് ഉണ്ടായിരുന്നു, ഇത് ഓപ്പൺ ആയിരുന്നു. പക്ഷേ അത് 2010 അത് ക്ലോസ് ആയി. പിന്നീട് ഇപ്പോഴാണ് അത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ആ ഒരു വിസ കാറ്റഗറി സ്റ്റാർട്ട് ചെയ്തിട്ടിപ്പോൾ 2 കൊല്ലമായി, 2 കൊല്ലത്തിൻ്റെ അടുത്ത് ആയിട്ടുണ്ട്. അപ്പം ആ ഒരു വിസ കാറ്റഗറിയിലേക്ക് വന്നിട്ടുള്ള പുതിയ അപ്ഡേഷൻസാണ് നമ്മളിപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത്. ഇനി അതായത് ഇന്നലെ വന്ന അപ്ഡേറ്റ് അനുസരിച്ച് വിത്തിൻ 4 വീക്സ്, അതായത് മാർച്ച് 11 കൂടി വലിയൊരു മാറ്റമാണ് ഈ ഒരു വിസയിലുള്ള ആൾക്കാർക്ക് വരാൻ പോകുന്നത്. മാർച്ച് 11 തീയതിയോടുകൂടി കെയർ വിസയിൽ വരുന്ന ഒരു ആൾക്ക് അവരുടെ ഡിപ്പെൻഡൻസിനെ ഇനി കൊണ്ടുവരാനായിട്ട് പറ്റില്ല. അപ്പം നിങ്ങളൊരു കെയറാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഈ മാസം അല്ലെങ്കിൽ ഈ ഒരു 2-3 ആഴ്ചയ്ക്കുള്ളിൽ കെയർ വിസ എടുക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ചുരുങ്ങിയ സമയമേ ഉള്ളൂ. ആ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാം. ഓക്കെ, അതിനുശേഷം മാർച്ച് 11 ശേഷം അപ്ലൈ ചെയ്യുന്ന എല്ലാ കെയറേഴ്സിനും ഈ ഒരു നിയമം ബാധകമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാനായിട്ട് പറ്റില്ല. നിങ്ങളുടെ പാർട്ട്ണർ ആയിക്കോട്ടെ, നിങ്ങളുടെ ഹസ്ബൻഡ്, നിങ്ങളുടെ വൈഫ് അല്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ, ആരെയും നിങ്ങൾക്ക് കൊണ്ടുവരാനായിട്ട് പറ്റില്ല. ഓക്കെ, ഇതാണ് വലിയൊരു അപ്ഡേറ്റ് വന്നേക്കുന്നത്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഏപ്രിൽ 4 ശേഷം നമ്മളുടെ ഇതിന് മുന്നുള്ള NHS ഹെൽത്ത് ചാർജ് എന്ന് പറയുന്നത് 600 സംതിങ് ആയിരുന്നു. അപ്പം നമ്മുടെ ഏകദേശം ഒരു 60,000 സംതിങ് ആണ് NHSൻ്റെ ഹെൽത്ത് ചാർജ് വന്നിരുന്നത്. അത് മാറ്റി ഇനിയിപ്പോൾ ഏത് വിസയിലാണെങ്കിൽ കൂടിയും NHS ഹെൽത്ത് സർചാർജ് എന്ന് പറയുന്നത് എബവ് 1000 ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അപ്പം ഏതൊരു വിസയിൽ അപ്ലൈ ചെയ്യുന്ന ആൾക്കാർക്കും ഇപ്പോൾ ആ ഒരു NHS ചാർജ് എന്ന് പറയുന്നത് 1000 എബവ് ആണ്. ഇപ്പോൾ സ്റ്റുഡൻസിനാണെങ്കിലും PSW മാറുകയാണെങ്കിലും എന്ത് ഇതിലേക്ക് മാറുകയാണെങ്കിലും ഒരു വർഷത്തേക്കുള്ള ആ ഒരു ചാർജ് എന്ന് പറഞ്ഞാൽ 1,00,000 അടുത്ത് ഇന്ത്യൻ റുപ്പീസ് വരും. ഓക്കെ, അതുപോലെ ഇതൊക്കെയാണ് നമ്മുടെ ലീഗലായിട്ടുള്ള അപ്ഡേറ്റ്സ് വന്നിട്ടുള്ളത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് വേറൊരു കാര്യമാണ്. അത് നിങ്ങൾ ശ്രദ്ധയോടുകൂടി കേൾക്കണം. ഓക്കെ, എനിക്കിപ്പോഴും ഒരുപാട് ക്വയറീസ് വരുന്നുണ്ട്. അതായത് എടുക്കുന്നത് നല്ലതാണോ, ഇങ്ങനെ ഒരു കെയർ വിസയിലോ അല്ലെങ്കിൽ ഇപ്പോൾ UK വരുന്നത് നല്ലതാണോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള അഡ്വൈസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എപ്പോഴും പോസിറ്റീവ് മാത്രം കേട്ടാൽ പോരല്ലോ, നെഗറ്റീവും കേൾക്കണം. അപ്പം ഒരുപാട് പേർക്ക് UK വർക്കായിട്ടില്ല, മീൻസ് ഇതുപോലെ തന്നെ ലോണും കാര്യങ്ങളും ഒക്കെ എടുത്ത് UK പോയിട്ട് തിരിച്ച് വരുന്ന ആൾക്കാരുണ്ട്. അതായത് ആ ലൈഫ് പറ്റുന്നില്ല, അല്ലെങ്കിൽ സ്ട്രെസ്സാണ്. അതുമല്ല, നമുക്ക് അവിടെ നിന്നുകൊണ്ട് നമ്മുടെ നാട്ടിലെ കാര്യങ്ങളൊന്നും മീറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. മീൻസ് ഫിനാൻഷ്യലി നമുക്ക് നാട്ടിലത്തെ ആവശ്യങ്ങളും കാര്യങ്ങളൊന്നും മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ കുറേ ലീഗൽ ഇഷ്യൂസ്, അവിടെ എത്തിയിട്ടും ലീഗൽ ഇഷ്യൂസ് അങ്ങനെയൊക്കെ വന്നിട്ട് വിസ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെയൊക്കെ വന്നിട്ട് ഒത്തിരി പേര് തിരിച്ച് നാട്ടിലോട്ട് വരേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതേപോലെ തന്നെ അവിടെ ചെന്നു സെറ്റിൽഡായി, അതായത് നല്ലൊരു ജോബിൽ കയറാൻ പറ്റി, ഇൻക്രിമെൻ്റ് ഉണ്ടായി, മീൻസ് അതിലൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായി, നല്ല ഒരു വിസ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റി, ഡിപ്പെൻഡൻസിന് എല്ലാവരെയും കൊണ്ടുവരാൻ പറ്റി, പാരൻസൊക്കെ വന്നു, അങ്ങനെയൊക്കെ വെച്ചിട്ടായിട്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാരുണ്ട്. അപ്പം UK എന്ന് പറയുന്നത് നമ്മൾ മറ്റേ കൊറോണ സമയത്ത് വൈറലായ ഒരു കൊച്ചിൻ്റെ വീഡിയോ ഉണ്ടായിരുന്നില്ലേ, ചിലവർക്ക് ശരിയാവും ചിലവർക്ക് ശരിയാവില്ല, എൻ്റെ ശരിയായില്ല, ആ ഒരു സംഭവം തന്നെ. അപ്പം അതെപ്പോഴും മൈൻഡിൽ വെക്കുക, ചിലവർക്ക് ശരിയാവും ചിലവർക്ക് ശരിയാവില്ല. അപ്പം അതൊന്നാമത്തെ കേസ്. ഇനി രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കമ്പനീസ്
ഈ ഒരു വിസ ഓപ്പൺ ചെയ്തപ്പോൾ, അതായത് ഈ ഒരു കാരിയർ വിസ ഓപ്പൺ ചെയ്തപ്പം ഒരുപാട് കുഞ്ഞു കുഞ്ഞു കമ്പനികൾ മുട്ടിട്ട് വന്നു. ഓക്കെ, ഒരുപാട് പേരുടെ വന്നു, ചെറിയ ചെറിയ കമ്പനികളായിട്ട് ഒത്തിരി തുടങ്ങി ഈ സമയത്ത്. അപ്പോൾ ഈ കമ്പനികൾക്കൊക്കെ സംഭവിക്കുന്നത് വെച്ചാൽ അവരിത് ഒരു ബിസിനസ്സായിട്ട് എടുത്തിട്ട് അത് വെച്ച് അവർ കുറേ ഏൺ ചെയ്തു. കുറേ ആൾക്കാർക്ക് വിസ പൈസയ്ക്ക് കൊടുക്കലും അങ്ങനെയൊക്കെ ചെയ്തു. കുറേ പേർക്ക് അങ്ങനത്തെ ഇല്ലീഗൽ കാര്യങ്ങൾ കുറേ കമ്പനീസ് ചെയ്ത് അതൊക്കെ ഇമിഗ്രേഷൻ കണ്ടുപിടിച്ച് അവരുടെയൊക്കെ ലൈസൻസ് കട്ടാവുന്നു. ഒരുപാട് കേസ് അത് കെയർ ഹോംസ് അതുപോലെ തന്നെ ഡൊമിസിലറി, അതായത് വീടുകളിൽ പോയി ചെയ്യുന്ന റെസിഡൻ്റൽ കെയർ ഹോംസ്, അങ്ങനെ ഒരുപാട് കമ്പനികൾക്ക് ലൈസൻസ് പോയിട്ടുണ്ട്. അപ്പം അതും ശ്രദ്ധിക്കുക. എപ്പോഴും സെക്യൂർ ആയിട്ടുള്ളൊരു ജോബിൽ കയറാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, ഇവ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് നമ്മൾ പരമാവധി ഞാൻ നമ്മുടെ ചാനൽ ആക്റ്റീവായിട്ട് വയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്, എങ്കിലും നടക്കാറില്ല. അപ്പം വീഡിയോ ഇൻഫോർമേറ്റീവ് ആവുമെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കമൻറ്റ് സെക്ഷനിൽ പോയിട്ട് കമൻറ്റ് ചെയ്യാം, അപ്പോൾ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ എൻ്റെ ഡോണാസ് വീൽ എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉണ്ടായിരുന്നു. അത് ഇനിയിപ്പോൾ ആരും നോക്കണ്ട, കാരണം അത് ആക്റ്റീവ് അല്ല, അത് പോയി. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെൻ്റെ ഡോൺ ലിയോ 98 എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉണ്ട്, അതിൽ ഫോളോ ചെയ്യുക, മെസ്സേജ് അയക്കാം. ഓക്കെ, അപ്പം വേറൊരു അപ്ഡേറ്റ് ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ.